ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 11. അവന്റെ അങ്കി വെളുത്ത നിറത്തേക്കാൾ വെണ്മയുള്ളതായിരുന്നു. എന്റെ ജീവിതത്തിൽ പലതവണ ദൈവം എന്നോട് ദർശനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. 11 വയസ്സുള്ളപ്പോൾ ജാഫയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരിക്കൽ മാത്രമാണത് സംഭവിച്ചത്. ദൈവം എന്റെ ജീവിതത്തിൽ ചലിക്കാൻ തുടങ്ങിയത് ആ നിമിഷത്തിലാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. ആ ദർശനം ഇന്നലെ എന്നതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. വെള്ളയേക്കാൾ വെണ്മയുള്ള ഒരു അങ്കി ധരിച്ച് യേശു എന്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. അതിൽ കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു മേലങ്കിയുമുണ്ടായിരുന്നു. ഞാൻ അവന്റെ മുടി കണ്ടു. ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കൈകളിലെ നഖപ്പാടുകൾ ഞാൻ കണ്ടു. ഞാൻ യേശുവിനെ അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഹൃദയത്തിലേക്ക് വരാൻ ഞാൻ ക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ ഞാൻ അവനെ കണ്ട നിമിഷം ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. അത് കർത്താവാണെന്ന് എനിക്കറിയാമായിരുന്നു. അത് സംഭവിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ ചെറിയ ശരീരം വൈദ്യുതി മാത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവിശ്വസനീയമായ സംവേദനത്തിൽ കുടുങ്ങി. ആരോ എന്നെ ഒരു വയർ സോക്കറ്റിൽ ബന്ധിപ്പിച്ചതുപോലെ തോന്നി. എൻ്റെ ശരീരത്തിലൂടെ 1,00,000 സൂചികൾ പാഞ്ഞു പോകുന്നത് പോലെ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. പിന്നെ ഞാൻ ഗാഠനിദ്രയിലായിരുന്നപ്പോൾ കർത്താവ് എൻ്റെ മുന്നിൽ നിന്നു. ഏറ്റവും മനോഹരമായ കണ്ണുകളോടെ അവൻ എന്നെ നോക്കി. അവൻ പുഞ്ചിരിച്ചു. അവൻ്റെ കൈകൾ വിശാലമായി തുറന്നിരുന്നു. അവൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. അത് അത്ഭുതകരമായിരുന്നു. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. കർത്താവ് എന്നോട് ഒന്നും പറഞ്ഞില്ല. അവൻ എന്നെ നോക്കി. പിന്നെ അവൻ അപ്രത്യക്ഷനായി. ഉടനെ ഞാൻ ഉണർന്നിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു സ്വപ്നം, അത്തരം അനുഭവം ഒരു സ്വപ്നത്തിൽ സംഭവിക്കുന്നില്ല. എൻ്റെ യുവജീവിതത്തിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിക്കുന്ന ഒരു ദർശനം അനുഭവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ ഉണർന്നപ്പോൾ അത്ഭുതകരമായ ആ സംവേദനം ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. പക്ഷേ ഈ തീവ്രതയും ശക്തവുമായ വികാരം ഇപ്പോഴും എന്നിലുണ്ടായിരുന്നു. ഞാൻ പൂർണ്ണമായും തളർന്നതുപോലെയായി. എൻ്റെ ഒരു പേശിയോ കൺപീലിയോ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൂർണ്ണമായും മരവിച്ചതുപോലെയായി. എന്നിട്ടും ഞാൻ നിയന്ത്രണത്തിലായിരുന്നു. ഈ അസാധാരണമായ അനുഭവം എന്നെ കീഴടക്കി. പക്ഷെ അതെന്നിൽ വാഴുകയായിരുന്നില്ല. വാസ്തവത്തിൽ ഇല്ല, എനിക്കിത് വേണ്ട എന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. ആ അനുഭവം എന്നെ ഉയർത്തുമായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ കിടക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ആ അനുഭവം എന്നിൽ തന്നെ തുടർന്നു. പിന്നീട് പതുക്കെ പോയി. ഞാൻ രാവിലെ അമ്മയോട് ആ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ നീ ഒരു വിശുദ്ധനായിരിക്കണം. ജാഫയിലെ ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അത് കത്തോലിക്കരിലായാലും ഗ്രീക്ക് ഓർത്തഡോക്സിലായാലും അങ്ങനെയായിരുന്നു. തീർച്ചയായും ഞാനൊരു വിശുദ്ധനായിരുന്നില്ല. പക്ഷേ യേശു എൻ്റെ അടുക്കൽ വന്നാൽ അവൻ എന്നെ ഒരു ഉന്നത വിളിക്കായി ഒറ്റപ്പെടുത്തുകയായിരിക്കുന്നുവെന്ന് എൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നു. ദൈവം എൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഭൂമിയുടെ അറ്റങ്ങൾ, ഗാസ മുതൽ ഗോലാൻ കുന്നുകൾ വരെ. 60കളിൽ ഇസ്രയേലിൽ ജീവിച്ചിരുന്ന എനിക്ക് വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ പിരിമുറുക്കം അനുഭവപ്പെട്ടു. ഈജിപ്ത് മുതൽ ജോർദാൻ, സിറിയ വരെയുള്ള അതിർത്തികളിൽ നിന്നും ഇസ്രയേലിലേക്കുള്ള അറബ് ആക്രമണങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും സംഭവിക്കുമായിരുന്നു. ഇസ്രയേൽ സൈന്യം തിരിച്ചടിക്കുകയും പതിവായിരുന്നു. 1967 മെയ് മാസത്തിൽ ഇസ്രായേലും 3 അറബ് രാജ്യങ്ങളും തങ്ങളുടെ സായുധ സേനയോട് യുദ്ധസാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യപ്രകാരം ഈജിപ്തിന്റെ സൈന്യം ഗാസ മുനമ്പും സീനായ് ഉപദ്വീപും വിട്ടു. പിന്നെ 1967 ജൂൺ 5-ന് ഇസ്രായേലി വിമാനങ്ങൾ ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. അതിന് 6 ദിവസത്തെ യുദ്ധം എന്ന് വിളിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രയേലികൾ അറബ് വ്യോമസേനയെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ചു. ഇസ്രായേലി സൈന്യം ഗാസ മുനമ്പ്, സീനായ് ഉപദ്വീപ്, വെസ്റ്റ് ബാങ്ക്, സിറിയയിലെ ഗോലാൻ കുന്നുകൾ എന്നിവ പിടിച്ചെടുത്തു. പെട്ടെന്ന് ഇസ്രായേലിന്റെ 3 ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള അറബ് പ്രദേശം ഇസ്രായേൽ നിയന്ത്രണ വിധേയമാക്കി. 1968 തുടക്കത്തിൽ എൻ്റെ പിതാവ് കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി. ഞങ്ങൾക്ക് കുടിയേറാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ദയവായി ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്.
കാരണം ഞങ്ങളുടെ എക്സിറ്റ് വിസകളിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. ആദ്യം ബെൽജിയത്തിലേക്ക് മാറുക എന്നതായിരുന്നു പദ്ധതി. അച്ഛന് അവിടെ ചില ബന്ധുക്കളുണ്ടായിരുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു രാജ്യത്തേക്ക് മാറുക എന്ന ചിന്ത എനിക്ക് ആവേശകരമായി തോന്നി. എല്ലാറ്റിനുമുപരി എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ അതായിരുന്നു. ഒരു വൈകുന്നേരം കനേഡിയൻ എംബസിയിൽ നിന്നുള്ള ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാനഡയിലെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വചിത്രം കാണിച്ചു തന്നു. ടൊറന്റോ വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു നഗരം പോലെയായിരുന്നു. അച്ഛൻ അവിടെ താമസിച്ചിരുന്ന 2 സഹോദരന്മാരുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങളുടെ ഔദ്യോഗിക സ്പോൺസറാകാൻ സാമ്പത്തികമായി യോഗ്യരാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു. ഞങ്ങളുടെ വേർപിരിയലിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ അനുദിനം വളർന്നു വരുന്നതായി തോന്നി. ഒരു ഘട്ടത്തിൽ 5 വർഷത്തേക്ക് ഞങ്ങൾ രാജ്യം വിടാൻ തയ്യാറാകില്ലെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു.